ഇന്ത്യൻ പാർലമെന്റിനകത്ത് 2 MP ഉള്ളായിരുന്നു. പക്ഷേ BJP എങ്ങനെ ഭരണത്തിൽ വന്നു? ഇസ്രയേലിനോട് ഇന്ത്യ അടുക്കണമെങ്കിൽ ഇവിടെ ഭരണമാറ്റം വരണം. ഏകദേശം ഇവിടെ BJPയുടെ ഭരണം വരുന്നത് ഇസ്രയേലിനോട് ചേരാൻ വേണ്ടിയാണ്. വന്നേ മതിയാകൂ. വളരെ കരുത്തുറ്റ നേതാവായ S. ജയശങ്കർ, അഫ്ഗാനും ഇറാനും ഇതെല്ലാം അന്ത്യകാല സംഭവം. അമേരിക്കയും ബ്രിട്ടനും അടിച്ചൊടുക്കി കയ്യിലാക്കും. ഇറാഖിന്റെ കണക്ക്, ഈജിപ്റ്റ്, സിറിയ, ലെബനോൻ, ഇറാൻ, ഇറാഖ് ഇവരെല്ലാം കൂടെ വന്ന എന്ത് ചെയ്യാം? മാമ രജബ് തൊയ്യിബ് എർദോഗൻ കേൾക്കണം, ഇവൻ ആരാ? ഉടനെ ഞാനിപ്പോ പലസ്തീനിലേക്ക് വരും. ഇന്ത്യയെ തൊട്ടാൽ നീ വിവരം അറിയുമെന്ന് പറഞ്ഞു. അരുണാചൽ പ്രദേശിൽ ആര്യയെ കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ കൊലപാതകം, ദുബായ് ചിറ്റൂട്ടയ്ക്ക് പോയ കർത്തൃദാസൻ പൈൻ്റ് അടിക്കുന്നു. യവനാ ചതിയൻ ചന്തു. ഇവിടെ ഒരു യുദ്ധം ഇപ്പോൾ നടക്കുന്നു. എന്തിനു വേണ്ടി? റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. ഈ വർഷം കേരളത്തിൽ മെയ് പകുതി കഴിയുമ്പോൾ നിങ്ങൾക്കും കാണാം മേഘം കൂട്ടിയിടിക്കുന്നു. കോട്ടൂരിലെ മന്ത്രവാദിക്ക് നിന്റെ വഴി അടയ്ക്കാൻ കഴിയത്തില്ല. സ്വോത്രം. താങ്ക് യു പാസ്റ്റർ. ദൈവത്തിൻ്റെ പുണ്യതിരുനാമം നല്ല സന്ധ്യാവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതരായ കർത്താവിൻ്റെ ദാസന്മാർ നല്ല ഗാനങ്ങൾ പാടി ഈ രാത്രി നമ്മെ സന്തോഷിപ്പിക്കുന്ന കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങൾ 2 ദിനങ്ങളിലും വചനപ്രഭാഷണവും ആരാധനയും ശ്രവിച്ച് 3-ാം ദിവസവും ഞങ്ങളുടെ വചന സന്ദേശവും ആരാധനയും ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പാലൗട്ടുകോണം ദേശനിവാസികൾ, കർത്താവിൻ്റെ മഹത്വമാർന്ന വേലയിലായിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ, മീഡിയയിൽ ഓൺലൈനിൽ ഞങ്ങളെ കാണുന്ന കുഞ്ഞുങ്ങൾ, രാത്രി മന്ദൽഗീഴിൽ പോസ്റ്ററായിരിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, എല്ലാ പ്രിയമക്കൾക്കും സന്ധ്യയെങ്കിൽ ഒരു രാത്രി കൂടി നിസ്തുല്യനായി ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള ധന്യവന്ദനത്തെ ഈ രാത്രി ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിർമ്മലമായ തിരുവെഴുത്തും യേശു ക്രിസ്തുവിലുള്ള സാക്ഷ്യവും നിമിത്തം ഈ സന്ധ്യയെങ്കിലും നിങ്ങളുടെ കൂടെ വചനവുമായി നിൽപ്പാൻ കൃപാലുവായി ദൈവം എളിയവനൊരു അവസരം കൂടി തന്നതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇവിടെ നടക്കുന്ന യോഗ പരമ്പരകളിൽ 3 ദിനങ്ങളിൽ വചനപ്രഘോഷണത്തിന് ക്ഷണിച്ച് ഷാജി പാസ് അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ ഭവനം കൂടെ ആയിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ എല്ലാ മക്കളോടുമുള്ള അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങളെല്ലാം ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ഏകദേശം 10 മാസങ്ങൾക്ക് പുറകിലാണ് ഇങ്ങനെ ഒരു യോഗം കർത്താവിൻ്റെ ദാസനോട് സംസാരിച്ചത്. അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ ഡേറ്റ് ക്ലിയറാക്കാൻ കാര്യം, പരീക്ഷ കഴിഞ്ഞാൽ തൊട്ടുപുറവേ BBS കാണും. 2 ആഴ്ച ഇങ്ങനെയൊക്കെയുള്ള തിരക്കുകൾ പലതും വരുന്നത് കൊണ്ട് ഞായർ തിങ്കൾ ചൊവ്വ ക്രമീകരിച്ചത് കൃപയാൽ ഈ വർഷവും ഈ പട്ടണത്തിൽ പാലാട്ടുകോണത്ത് ഒരു യോഗം നടത്താൻ മഹത്വാനായ ദൈവം കരുണ ചെയ്തു. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇതിൻ്റെ പിൻപിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നലെ രാത്രി, ആദ്യ രാത്രി, ഇപ്പോൾ സൂര്യനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെപ്പറ്റി സോളാർ വിൻഡ് സ്ട്രോം എന്ന് പറയുന്നൊരു ഭാഗമാണ് നാം ചിന്തിച്ചത്. ഇന്നത്തെ കേരളത്തിലെ ചൂടും ഇന്ത്യയിലെ ചൂടും വരുവാനിരിക്കുന്ന കാലം. ഇന്നലെ രാത്രി നിങ്ങൾ ശ്രദ്ധിച്ചു, 2-ാം ദിന പ്രഭാഷണം ഇൻ്റർനെറ്റ് മർഡർ, കമ്പ്യൂട്ടറും മനുഷ്യനെ കൊല്ലുമെന്ന അന്ത്യദിനങ്ങളിലെ പ്രഭാഷണത്തിനോടനുബന്ധിച്ച് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവിൽ ദേവിയും ആര്യയും കോട്ടയം മീനടം സ്വദേശി ചെറുപ്പക്കാരൻ നവീനും മരണപ്പെട്ട ഒരു കാഴ്ച നിങ്ങൾ കണ്ടു. അതിനു മുമ്പ് കാടൽ ജിൻസൺ രാജ അപ്പനെയും അമ്മയും പെങ്ങളെയും തിരുവനന്തപുരത്ത് നന്ദൻകോട്ട് കൊന്നു. ഇതെല്ലാം എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിന് മുൻപായി. ഇന്നലെ രാത്രി 2-ാമത്തെ പ്രഭാഷണം ഇതായിരുന്നു. വെളിപ്പാട് പുസ്തകം 4:1 അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാദം, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. സഭ എടുക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും? 3-ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഒരുവൻ ഭരണത്തിൽ വരും. വെളിപ്പാട് 13:1-2 അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, ദൂഷണനാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. അത് പുള്ളിപ്പുലിക്ക് സദൃശം, അതിൻ്റെ കാൽ കരടിയുടെ കാൽ, അതിൻ്റെ വായ് സിംഹത്തിൻ്റെ മുഖം, അതിന് മഹാസർപ്പം വലിയ ശക്തിയും അധികാരവും കൊടുത്തു. ന്യൂ വേ വേൾഡ് ഓർഡർ. അങ്ങനെ ഒരു മൃഗം എവിടെ വരുമോ? വെളിപ്പാട് 17:8-9 യോഹന്നാനോട് സ്വർഗം പറഞ്ഞു, നീ കണ്ട മൃഗം ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാതിരിക്കുന്നതും അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുന്ന ഒരു ഭരണമായിരിക്കും. മുമ്പേ കണ്ട സകല മൃഗങ്ങളും വെച്ച് ഇതൊരു വ്യത്യാസമുള്ളൊരു മൃഗമാണ് വരാൻ പോകുന്നത്. ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട ജീവകുഞ്ഞാടിൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഭൂവാസികൾ മൃഗത്തെ കണ്ട് വിസ്മയിക്കും. അതിനോടനുബന്ധിച്ച് ഇവിടെ ജ്ഞാനം കൊണ്ട് ആരംഭം. ഈ മൃഗം സ്ത്രീയിരിക്കുന്ന തല 7 മലയാകുന്നു. ക്യാപിറ്റോളിൻ, പാലിറ്റേലിയൻ, അവൻ്റെൻ, കൊറിയൻ, ബിമിനൽ, എസ്കലൻ, ജാനിക്കുലൻ, ഇറ്റലിയെ ക്രമീകരിച്ച് ദാനിയേൽ പ്രവചനം എഴുതി. ഈ ലോകരാജ്യം ഇനി ആര് ഭരിക്കും? ദാനിയേൽ 8:23, 24, 25 അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം കഴിയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള രാജാവ് എഴുന്നേൽക്കും.
അവൻ്റെ അധികാരം വലുതായിരിക്കും. സ്വന്തം ശക്തിയാലല്ല, പിശാചൊരു ഭരണം കൊണ്ടുവരും. അതിനോടനുബന്ധിച്ച് ഇന്നലെ രാത്രി ലോകം മുഴുവൻ ഭരിക്കണമെങ്കിൽ ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ഇന്നലെ വളരെ വ്യക്തമായിട്ട് WWW വേൾഡ് വൈഡ് വെബ്സൈറ്റ്, ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും വാട്സപ്പ് ആയാലും ട്വിറ്റർ ആയാലും IMO ആയാലും മുഴുവൻ അടിക്കണമെങ്കിൽ 666 കമ്പ്യൂട്ടറും ഇന്നലെ നിങ്ങളോട്. അപ്പോൾ ഏത് സൈറ്റ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിലും അതിനാസ്പദമായി എതിർക്കസവും W വെളിപ്പാട് 13:3-4-5-6-7 ഞാൻ കണ്ട മൃഗം മരണകരമായ മുറിവ് ഉണ്ട്. മുറിവ് പുറത്തു പോയി സർവ്വം ഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. വിസ്മയം, അതിശയം, വണ്ടർഫുൾ. അത് കഴിഞ്ഞിട്ട് സാത്താൻ ആരാധന കൊതിയനായിരിക്കുന്നു. അതിനോടനുബന്ധിച്ച് ഏറ്റവും നിർണായകമായി വർഷിപ്പ്. 4ാമത്തെ സംഭവമായി ഇന്നലെ രാത്രി അവൻ്റെ ശബ്ദം ഉലകം കേൾക്കുമെന്ന് ഇന്നലെ രാത്രി വേടെന്ന് പറയുന്ന വമ്പും ദൂഷണവും ഒരു നാവ് അവന് ലബ്ധം ചെയ്യാൻ ഏകലോക മതം ഇന്നലെ വത്തിക്കാനെ കാണിച്ചു. ഡൽഹിയിലെ കർഷക സമരവും നിങ്ങളോട് പറഞ്ഞു. എല്ലാം ഇളകും കോവിഡിൻ്റെ മറുപടി. ഇനി കുറഞ്ഞെന്ന് കഴിഞ്ഞ ആകാശം ഭൂമി കര കടൽ സകല ജാതികളും ഇളകും. സകല ജാതികളുടെയും മനോഹര വസ്തു വരുമെന്ന് വചനത്തിൽ കൂടി. അതിനുശേഷം അന്തിക്രിസ്തു ആര്? പലരും മുഖ്യമന്ത്രി എന്നും കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ അവരൊന്നുമല്ല. ആദ്യം ആര് വരും? ഉൽപ്പത്തി 49:10 യാക്കോബ് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ പറയുന്ന വാക്ക്. അതിലൊന്നാമത്തെ കാര്യമായി നിങ്ങൾ കേട്ട വാചകമുണ്ട്. ആദ്യമായിട്ട് അവകാശമുള്ളവൻ വരുവോളം ചെങ്കോലകൂതയിൽ നിന്നും രാജദണ്ഡ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകത്തില്ല. അതിനുശേഷം 49:17 ആൻറ്റി ക്രൈസ്റ്റ് സിറിയയിൽ നിന്ന്. അന്ന് രാത്രി ആ ഭാഗം വരും, മനസ്സിലാക്കുക. ഉൽപ്പത്തി 49:17 ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പവും. അങ്ങനെയെങ്കിൽ സിറിയയിൽ നിന്ന് എതിർക്രിസ്തു എഴുന്നേറ്റ് വരും. അവൻ ഉലകഭരണം പിടിക്കും ഗ്രീസിൻ്റെ സഹായത്തോടെ. ഇന്നലെ രാത്രി വീണ്ടും ചിന്തിച്ചു. ദാനിയേൽ പ്രവചനം 7:8 രാത്രി ദർശനത്തിൽ ഘോരവും അതിഭയങ്കരവുമായ 4ാമതൊരു മൃഗം കയറി വരുന്നത് ഞാൻ കണ്ടു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിൽ വെച്ച് വ്യത്യാസം 10 കൊമ്പുണ്ടായിരുന്നതിന് അതാ യൂറോപ്യൻ യൂണിയൻ. അതിനോടനുബന്ധിച്ച് 3 കൊമ്പ് വേരോടെ മാറിക്കളയും. രാജാധിപത്യം, ഏകാധിപത്യം, ജനാധിപത്യം. അതിനാസ്പദമായി സാമ്പത്തിക മാന്ദ്യം. ആ കൊമ്പിൽ ഒരു ചെറിയ കൊമ്പ ഇന്നത്തെ വരാൻ പോകുന്ന എതിർക്രിസ്തു. അതിൻ്റെ മുൻപിൽ ഒരു കണ്ണുണ്ടായിരിക്കും. ആ കണ്ണ് ഇന്നത്തെ 5Gയും 6Gയും സകല മനുഷ്യനെയും ഉലകത്തിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം കാണുന്നത് പോലെ ഇനി നെറ്റ്വർക്ക് സംവിധാനത്തിൽ അവൻ മനുഷ്യനെ ദർശിക്കും. അവൻ്റെ കണ്ണ് നമ്മളെ കാണുന്നതിന് മുമ്പ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ സഭയെ ചേർക്കുവാൻ വരും. 2 അവൻ്റെ ശബ്ദം ഉലകം കേൾക്ക്. അതിനാസ്പദമായി പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത്, മുഖ്യമന്ത്രിയുടെ ഓണാശംസ നാളെയും മറ്റന്നാളുമായി ഇവിടുത്തെ നിങ്ങൾ കേൾക്കും. ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ നിങ്ങളുടെ മൊബൈലിനകത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾ പോലും അതിശയിക്കും. നിങ്ങളുടെ മൊബൈലിൽ താമരയും വിളിക്കും, കൈപ്പത്തയും വിളിക്കും, അരിവാൾ, ചുറ്റികയും നക്ഷത്രവും എല്ലാം സ്ഥാനാർത്ഥി നിങ്ങളോട് സംസാരിക്കുന്ന ശബ്ദം കേട്ടു. മെഗിദോ താഴ്വരയിൽ ഇന്ന് രാത്രി ഇരിക്കുമ്പോൾ 1000 മനുഷ്യൻ്റെ തലച്ചോറ് വലുപ്പത്തിൽ ഒരു കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യുന്നു. അതിൻ്റെ പേര് വോയിസ് ട്രാൻസ്ലേറ്റർ. 1000 ഹ്യൂമൻ ബീയിങ് ബ്രെയിൻ സാച്ചുറേറ്റ് കമ്പ്യൂട്ടർ നൗ ഓൺ ഗോയിങ്. 600 ലാംഗ്വേജ്, 600 ഭാഷ അത് തുടങ്ങി. അതിലൊന്ന് ജോയ്സ് മേയർ ഇന്ന് ഇംഗ്ലീഷ് പറയുന്നത് മലയാളത്തിലേക്ക്. അവൻ്റെ ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ഗംഭീരനാഥം. വെളിപ്പാട് 13:15 മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. അത് റോബോട്ട്. മേരാനാം സോവിയ. മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന്. സാത്താൻ്റെ ഇഷ്ടം ആരാധന വണങ്ങണം. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ദുരാശോ സമഭൂമിയിൽ ഒന്ന് വണങ്ങാൻ പറഞ്ഞു. സ്വോത്രകാഴ്ച ചോദിച്ചില്ല. യേശുവിനെ ഉയർന്ന മലയിൽ കൊണ്ടുപോയി വണങ്ങാൻ പറഞ്ഞു. അതുപോലെ താമസമിനാം എതിർക്രിസ്തുവിൻ്റെ പ്രതിമ ലാപ്ടോപ്പിൽ വരുമ്പോൾ നെറ്റ്വർക്ക് വഴി അവൻ നോക്കുമ്പോൾ വണങ്ങിയില്ലെങ്കിൽ മനുഷ്യനെ കൊല്ലും. അതിൻ്റെ പേര് ഇൻ്റർനെറ്റ് മർഡർ. തൃശ്ശൂർ തിരുവല്ലാമല ആദിത്യ ബാറ്ററി പൊട്ടിത്തെറിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ മൊബൈലിൽ പലപ്പോഴും കമ്പനി പറയുന്ന ചില മെസ്സേജ് വരുമ്പോൾ ഓപ്പൺ ചെയ്യരുത്, വൈറസ് മെസ്സേജ്. ചില സംഭവം, ചില കോൾ വരുമ്പോൾ എടുക്കരുത്, സിസ്റ്റം ഹാക്കായി പോകും, പിന്നെ ആ മൊബൈൽ കൊള്ളത്തില്ല. അതൊക്കെ ഈ ടെലിഫോൺ കമ്പനികൾ തരും. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അധികാരം ലഭിച്ചു. അതുകൊണ്ട് IBMലെ മലയാളി ചെറുപ്പക്കാരൻ നിന്നും സോഫിയെ 2ാം തലമാക്കി ChatGPT ഗ്രോക്കാക്കി. അതിനുശേഷം ഹൃദയം വെച്ച് പിടിക്കാൻ പോകുന്നു. ഈ റോബോട്ടിന് ഹൃദയം വെച്ച് പിടിപ്പിച്ചാൽ പിന്നത്തെ അവസ്ഥ പറയണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഇൻ്റർനെറ്റ് മണ്ടനെ പേടിച്ചുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ പ്രധാനമന്ത്രി കയ്യിൽ മൊബൈലില്ല, അല്ലെങ്കിൽ ലാപ്ടോപ്പില്ല, മുഖ്യമന്ത്രിയുടെ കയ്യിൽ ലാപ്ടോപ്പില്ല. ഇവിടുത്തെ പോലീസ് അധികാരികൾ മേശപ്പുറത്ത് വെച്ച് ഞെക്കും. ഇതുപോലെ ഇന്ന് രാത്രി റോബോട്ടിൻ്റെ ഉപജ്ഞാതാവായിരുന്നു ജെഫ്രി ഹിൻഡൻ. അദ്ദേഹം പരീക്ഷണശാല വിട്ട് ഓടിപ്പോയി. പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാ ചാനലിലും ഉണ്ട്, ഏഷ്യാനെറ്റിലും മനോരമയിലും ഉണ്ട്. അദ്ദേഹം പറഞ്ഞ് റോബോട്ട് മനുഷ്യനെ കൊന്നുകളയും അന്ത്യ ദിവസങ്ങളിൽ. അതുപോലെ 1950 ഏറ്റവും വലിയ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞൻ അലൻ ടോറി ബ്രിട്ടനിൽ, അദ്ദേഹവും പറഞ്ഞ അന്ത്യദിനങ്ങളിൽ കമ്പ്യൂട്ടർ അഥവാ ഇതൊരു മരണക്കണിയിലേക്ക് നമ്മളെ കൊണ്ടുവരും. ഇതിന് കിട്ടുന്ന ആത്മാവാണ് ബ്ലൂ ബ്രെയിൻ.
അതിനാസ്പദമായി മുൻപൊരു കളി ഇവിടെ വന്ന് ബ്ലൂ വെയിൽ മാർനല്ലൂരിൽ 9ാം ക്ലാസ്സുകാരൻ തൂങ്ങിയത്, കയറെ കെട്ടി തൂങ്ങിയത്. ഈ കളി കളിച്ച ബ്ലൂ വെയിൽ ഇന്ന് റിപ്പോർട്ടെല്ലാം പോകുമ്പോട് മാർനല്ലൂർ പോലീസ് സ്റ്റേഷനിലുണ്ട്. അവർ പോലും ഞെട്ടുന്നൊരു കാലം. ഇന്ന് രാത്രി അതിന് ആസ്പദമായി സാത്താൻ്റെ തന്ത്രം മനുഷ്യനെ കൊല്ലുക. നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു. അതുകൊണ്ട് ആ കാടൽ ജിൻസൺ രാജ അപ്പനെയും അമ്മയും പെങ്ങളെയും 9 മാസവും 9 ദിവസവും 9 വിനാഴികയും നൊന്ത് പ്രസവിച്ചേ അമ്മ, അപ്പൻ, സഹോദരി, വീട്ടിലെ ബന്ധുവിനെയും കൊന്നുകളഞ്ഞു. അതിനോടനുബന്ധിച്ച് 2ാമത്തെ ലോകം ഞെട്ടിയ കൊലപാതകമായിരുന്നു അരുണാചൽ പ്രദേശിൽ. ആര്യയെ കൊണ്ടുപോയി ഒരു ചെറുപ്പക്കാരൻ ആയുർവേദ ഡോക്ടർ, എന്തൊരു വിദ്യാഭ്യാസമുള്ള ഒരു ആര്യയുടെ വിദ്യാഭ്യാസം എമ്പില്ല. ആ കുഞ്ഞിനോട് പറഞ്ഞ് കല്യാണം കഴിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടത്തില്ല, മരിച്ചു കഴിഞ്ഞാൽ സാത്താന് വേണ്ടി മരിച്ചാൽ പുനർജന്മം. അതിൻ്റെ 2 പേരുടെയും കൈകാലുകളിനകത്ത് ഞരമ്പുകളിലും ഇതുകൊണ്ട് വരഞ്ഞിട്ട് കാലയിൽ 666 എഴുതിയിട്ട് അവർ 2 പേരും മരിച്ചത്. അവസാനം ഇവനും ശരീരം മുഴുവൻ വരഞ്ഞു. എന്നിട്ട് സ്വയം മരിക്കുന്നതിന് ചെറിയ ഭയം കൊണ്ട് 666 എഴുതിയിട്ട് കെട്ടിത്തൂങ്ങി അരുണാചൽ പ്രദേശിൽ മരിച്ചു. അവരുടെ കമ്പ്യൂട്ടർ ഇപ്പോഴും സൈബർ ലോഗോ ചെയ്യുന്നു. ഇതിൻ്റെ പിൻപിൽ ആരോ ഉണ്ട്. പുനർജന്മത്തിൻ്റെ കള്ളം പറഞ്ഞ് 3 ജീവിതങ്ങളെ തിരുവനന്തപുരത്ത്, ഇത്രയും സാക്ഷരതയുള്ള തിരുവനന്തപുരത്ത് 3 ജീവിതങ്ങളെ കശാപ്പ് ചെയ്തു. ബൈബിൾ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാറായി. ഇന്നലെ രാത്രി 2 ഭവനമാകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് മത്തായി 7:24-25 പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യർ പെരുങ്കാറ്റും കൊടുങ്കാറ്റുമെല്ലാം അതിന്മേലടിച്ചു. പാറമേൽ അടിസ്ഥാനമിട്ട് ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിഞ്ഞത് വീഴുവാൻ ദൈവം അനുവദിച്ചില്ല. ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിതുവരെയും രക്ഷയുടെ പെട്ടകത്തിനകത്ത് കിടക്കാതെ, മാനസാന്തരത്തിലേക്ക് വരാതെ, നിത്യത അവകാശമാക്കാതെ മണലിന്മേൽ അടിസ്ഥാനമിട്ട ഭവനം പെരുങ്കാറ്റ് കൊടുങ്കാറ്റ് അതിനോടൊപ്പം ഈശാനുമൂലൻ ആ ഭവനം വീണുപോയി. ഒറ്റശേഖരമംഗലത്ത് അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. ഇന്നലെ രാത്രി ഒരിക്കൽ കൂടി ബുദ്ധിമാൻ്റെ യാത്ര മേൽപോട്ടാകുന്നു, അവൻ്റെ കീഴെ പാതാളം അവനെ വിട്ടൊഴിഞ്ഞു. 2ാം രാത്രി ഇന്ന് രാത്രി ഇറാൻ ജെറുസലേം. ഒരിക്കൽ കൂടി കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശീ ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിൽ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായ വിട്ട് അനന്തനിത്യയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എൻ്റെ പേർ വിളിക്കുന്ന ദിനം അടുത്തെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കൺവെൻഷൻ കൂട്ടങ്ങളുടെ അവസാന രാത്രി വീണ്ടും പറയണം, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഈ രാത്രി നിവർന്ന തലകളെ ഉയർത്തുവി. കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. പാലോട്ടുകോടൻ ദൈവ കുഞ്ഞുങ്ങളെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. എല്ലാവരും ബൈബിൾ തുറക്കാം. സെക്കരിയ പ്രവചനം 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ. പ്രൊഫസി ഓഫ് സെക്കരിയ ചാപ്റ്റർ 12 വേഴ്സ് 2 and 3. സെക്കരിയ പ്രവചനം 12-2-3 വാക്യങ്ങൾ. സഹായിക്കാം, വായിച്ച്. ഞാൻ യെരൂശലേമിനെ, യഹോവ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. പ്രസംഗത്തിന്റെ 2 ഭാഗം ഇതിനകത്ത്. 1 യെരൂശലേം, 2 പരിഭ്രമ പാത്രം. അടുത്തത് യെരൂശലേമിന്റെ നിരോധനത്തിങ്കൽ. പശ്ചിമേഷ്യ മുഴുവൻ ഒരു വലിയ കാർമേഘം പടരും. അതായി സ്റ്റാർട്ടിങ് ഇപ്പൊ തുടങ്ങിയത്. യെരൂശലേമിന്റെ നിരോധനത്തെങ്കിൽ അത് യഹൂദായ്ക്കും വരും. ഇസ്രായേൽ ദേശം നിലവിളിക്കുന്ന കാലം. അടുത്ത വാക്ക്, അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. ഈ ദിനം തൊടുന്നവർ. അടുത്ത വായിച്ചോട്ടെ. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഇനി അമേരിക്കക്കാരെ ഇടപെട്ടാലും ഇന്ത്യക്കാരെ ഇടപെട്ടാലും ഇവരെല്ലാം കഠിനമായി കരയുന്ന ഒരു ദിവസം വരും. അടുത്തത്, ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. ഇസ്രായേലിന് വിരോധമായി സകല ജാതികളും കൂടി വരും. 5 ഭാഗങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇന്ന് രാത്രി ശ്രദ്ധയോടെ 4 ഭാഗങ്ങളിലേക്ക് മാത്രമേ നമുക്ക് സമയമുള്ളൂ. എങ്കിലും 12 വാക്യങ്ങൾ. ഇസ്രായേൽ ഇറാൻ എന്ന വിഷയമായിരിക്കും ഈ രാത്രി. ലോക സംഭവങ്ങൾ ഇന്ന് നിങ്ങളുടെ പത്രമാധ്യമങ്ങൾ. അതുകൊണ്ടായി പത്രമാധ്യമങ്ങളിൽ വരുന്ന ഇതനുസരിച്ച് മെസ്സേജ് തന്നു. ഒന്ന്, നമ്മുടെ കേരളത്തിൽ ചൂടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ കൊലപാതകം അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ഇറാൻ. ഇതിനെ ബേസ് ചെയ്ത് ബൈബിളും അന്ത്യകാലവും കർത്താവിൻ്റെ വരവിൻ്റെ ചാലുകൾ മാത്രം ഇന്ന് രാത്രി. കുഞ്ഞു വായിച്ചത് 5 ഭാഗങ്ങളാണ്. 1 ജെറുസലേം, 2 പരിഭ്രമപാത്രം, 3
ജാതികൾ വിരോധമായി. 4 അത് ഭാരമുള്ള കല്ല്. 5 തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. ഇന്ന് രാത്രി ഒരു നിമിഷം കൂടി കണ്ണുകൾ അടയ്ക്കാം. മഹത്വവാനായ ദൈവത്തിന് സ്തുതി കരേറ്റ മക്കളെല്ലാം ദൈവം കാത്ത് 3-ാം ദിനവും തിരുവചനം ധ്യാനിപ്പാൻ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായി സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന പ്രിയന്റെ കര് ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുന്ന രാത്രിയാകട്ടെ. ചതഞ്ഞോടെ ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവം. അപ്പോസ്തല പ്രവൃത്തി 1 യേശു ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യസ്ഥന്റെ വാഗ്ദത്തത്തിന്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം പട്ടണം വിട്ടുപോകുക. 2 അവർ പെന്തക്കോസ്ത് പെരുന്നാളിൽ സിഹിയോൻ മാളിക മുറിയിൽ നിന്ന് ഉയരത്തിലെ ശക്തി അവർ പ്രാപിച്ച ശക്തിയുമായി അപ്പോസ്തല പ്രവൃത്തി 3 വരുമ്പോൾ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം ഇസ്രായേലിന്റെ ദേവാലയം സുന്ദരമെന്ന ദൈവാലയത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു പോകുന്നു. കഴിഞ്ഞ 3.5 വർഷമായി അമ്മയുടെ ഉദരം മുതൽക്ക് മുടന്തനായി ഒരുവനെ പള്ളിപ്രമാണിമാർ മാറ്റിവെച്ചു. അവർക്കൊരു പേടിയുണ്ട് യേശു സൗഖ്യമാക്കും. പക്ഷേ യേശു മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇനി സൗഖ്യം നടക്കത്തില്ല. ഈ ചെറുപ്പക്കാരനെ കൊണ്ട് ദൈവാലയത്തിന്റെ മുൻപിൽ നിർത്തി അവന്റെ സൗഖ്യമല്ല വേണ്ടത്. വരുന്നോടോട് അവൻ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, എനിക്ക് വല്ലതും തരണേ. കാത്തിരുന്ന് പ്രാപിച്ച ദൈവശക്തിയുമായി ദൈവത്തിന്റെ അഭിഷേക്തന്മാർ 9-ാം മണി നേരം സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ പ്രാർത്ഥനയുടെ മണി മുടങ്ങുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ കുഞ്ഞ് ചോദിച്ച് ഞങ്ങൾക്ക് വല്ലതും തരണേ. ദൈവദാസന്മാർ മുട്ടുമടക്കിയിട്ട കുഞ്ഞിനോട് പറഞ്ഞ, മകന് ഞങ്ങളുടെ കൈ പൊന്നും വെള്ളിയും ഒന്നുമില്ല, എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ വലിയ നാമം ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അവന്റെ കരങ്ങളിലേക്ക് ഹല്ലേലൂയ ദൈവശക്തി ഇറങ്ങിയപ്പോൾ അവന്റെ കാലുകൾ ചലിക്കുവാൻ തുടങ്ങി, അവന്റെ കണ്ണുകൾ ചലിക്കുവാൻ തുടങ്ങി, അവന്റെ കാറ്റിന്റെ സ്പന്ദനങ്ങൾ മാറുവാൻ തുടങ്ങി, അവരുടെ ഹല്ലേലൂയ രക്തത്തിന്റെ അവസ്ഥകൾക്ക് മാറുവാൻ തുടങ്ങി. അവൻ തുള്ളിച്ചാടി ദൈവസന്നിധിയിൽ എഴുന്നേൽക്കുവാൻ ഇടയാ. ഇന്ന് രാത്രി വചനം ഇവിടെ പ്രസംഗിക്കുമ്പോൾ അത്ഭുത രോഗശാന്തിയുടെ കരത്തിന്റെ വല്ലഭത്വം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടട്ടെ. മുടന്തായ കാലുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി, കുരുടായ കണ്ണുകൾ, പാപത്തിന്റെ കുറ്റങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുവാൻ അപ്പോസ്തലന്മാരുടെ കരം തൊട്ടപ്പോൾ ചെറുപ്പക്കാരന്റെ മേൽ വ്യാപരിച്ച സൗഖ്യത്തിന്റെ കരം ഈ രാത്രി വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രി ഇടുക്കി മൂലമറ്റത്തൊരു ടർബൈൻ കറങ്ങുമ്പോൾ ഒറ്റശേഖരമംഗലത്തൊരു ഹൈമാസ് ലൈറ്റ് കത്തുമെങ്കിൽ അതിലും വേഗത്തിൽ സഞ്ചരിക്കുന്നത് പവർ ഓഫ് ദ വേർഡ് ഓഫ് ദ ഗോഡ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി അത്ഭുതമായി ഇതിനകത്ത് മാറുന്ന രാത്രിയായി മാറട്ടെ. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപാദപീഠത്തിൽ 2 ദിനങ്ങളിൽ ഞങ്ങളെ അനുഗ്രഹിച്ച മഹാദൈവ ഇന്ന് രാത്രി നിയമത്തിന്റെ പെട്ടകവുമായി ഞങ്ങളുടെ നടുവിലേക്ക് വന്നിട്ടുണ്ടല്ലോ. ഇന്ന് രാത്രി ഞങ്ങൾ ഹല്ലേലൂയ തിരുപാദപീഠത്തിലേക്ക് വരുന്നു. ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലതെന്ന് പറയുക. അവസാന രാത്രി പെയ്തിറങ്ങുന്ന വചനവും ആരാധന ചില കുഞ്ഞുങ്ങളുടെ പേരുകൾ നിത്യതയുടെ കവാടത്തിൽ ചേർക്കുന്ന രാത്രിയായി മാറട്ടെ. ഉത്സവത്തിന്റെ മഹാദിനമായി ഒടുക്കത്തെ നാൾ യേശുനാഥൻ ചൊല്ലി ദാഹിക്കുന്ന ഈവനും എൻ്റെ അടുക്കൽ വരട്ടെ, എൻ്റെ ഉള്ളിൽ വിശ്വസിക്കുന്നവന്റെ അകത്ത് ഇന്ന് രാത്രി ജീവജല നദിയുടെ ഉറവ പോലെ പാലാട്ടുകോണത്ത് അഭിഷേകത്തിന്റെ നദി ഇന്ന് രാത്രി ഒഴുകട്ടെ. അന്യഭാഷയുടെ നദി ഒഴുകട്ടെ, പുറപ്പാടിന്റെ നദി ഒഴുകട്ടെ, അത്ഭുത രോഗശാന്തിയുടെ നദി ഇന്ന് രാത്രി ഇവിടെ ഒഴുകട്ടെ. ഒരു മഴ പെയ്തിറങ്ങുമ്പോൾ ചില കുറ്റിച്ചെടികൾ മുളയ്ക്കുന്നത് പോലെ ജീവന്റെ വചനം ഇവിടെ പെയ്തിറങ്ങുമ്പോൾ അടുത്ത നാളുകൾ ചില കുഞ്ഞുങ്ങൾ യേശുവിന് വേണ്ടി കരമുയർത്തുക, ലോകരാജ്യങ്ങൾ യേശുവിന് വേണ്ടി ഉയർത്തുക, നിത്യത പ്രസംഗിക്കുന്ന സുവിശേഷത്തിന്റെ വീരന്മാർ പാലാട്ടുകോണത്ത് എഴുന്നേൽക്കുക. ഇന്ന് രാത്രി ഒരു കാലത്ത് പിശാച് അടച്ച മുത്തുകളെ മാറ്റി പരിശുദ്ധാത്മാവിന്റെ കരം ഇവിടെ വെളിപ്പെടുമ്പോൾ കരിയിലകൾ മാറി മുളകൾ പൊട്ടുന്നത് പോലെ ജീവന്റെ വചനം ഏറ്റെടുത്ത് കുഞ്ഞുങ്ങൾ ഈ പട്ടണത്തിൽ നിന്ന് ആയിരങ്ങളെ നേടുവാനുള്ള ഒരന്ത്യകാലത്തിന്റെ ഉണർവ് ഇന്ന് രാത്രി മുതൽ ഇവിടെ വ്യാപരിക്കുന്ന ദിനങ്ങളായി മാറട്ടെ. കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങളെ സ്വർഗം കാത്താട്ടെ. വേദനയോടെ വന്ന, ദുഃഖത്തോടെ വന്ന, ഭാരത്തോടെ വന്ന മക്കളെല്ലാം അടിപ്പിണരുടെ കരം ഇന്ന് രാത്രി തൊടുന്ന രാത്രിയായി മാറട്ടെ. ഒരു രാത്രി കൂടി തിരുവെടുത്തുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകളെ ധരിക്കണം. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഈ രാത്രിയും ഉയരുത്. നാഥന്റെ നാമം മാത്രം ഈ കൺവെൻഷനിൽ ഉയരണം. ശബ്ദം, വെളിച്ചം, പ്രകൃതി കടന്നു വന്ന കുഞ്ഞുങ്ങൾ ദേശം യഹോവയാൽ മാനിക്കപ്പെടണം. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. തിരുക്കരം അപ്പച്ചൻ ഈ രാത്രി നീട്ടിയതിനായി നന്ദി. മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗം. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. അതിവേഗത്തിൽ പോകത്തിൽ എല്ലാം പ്രവചനമാണ്. ഇന്നത്തെ ഇസ്രായേൽ ഇറാൻ ബന്ധമായിട്ട് ബന്ധപ്പെട്ട് ജെറുസലേമിലേക്കുള്ളൊരു യാത്രയാണ് ഇന്ന് രാത്രി. അവസാന ഭാഗങ്ങൾ വരുമ്പോൾ അതിൻ്റെ പൂർണ്ണത നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യ ദിനം മുതൽ നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,173, 39 പഴയ നിയമഗ്രന്ഥം, 27 പുതിയ നിയമഗ്രന്ഥം, 66 പുസ്തകങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ. അതിനകത്ത് പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളാണ്. പഴയ നിയമത്തിൻ്റെ പ്രത്യേകത 17 പുസ്തകങ്ങൾ പ്രവചനങ്ങളാണ്.
പ്രവചനങ്ങൾ 3 തലമുണ്ട്. ഒന്ന് വലിയ പ്രവചനം, എസെക്കിയേലും ഇരെമ്യാവും യെശയ്യാവും, ഇതൊക്കെയാണ് വലിയ പ്രവചനം. 2 മിഡിൽ പ്രവചനം എന്ന് ദൈവദാസന്മാർ പറയുന്നു. സെഖര്യാവുണ്ട്, ആമോസുണ്ട്, ഹോശയുണ്ട്, ദാനിയേൽ. 3-ാമത്തെ പ്രവചന ഭാഗമാണ് ഹബക്കൂക്കുണ്ട്, നഹൂമുണ്ട്, യോവേലുണ്ട്, ഇങ്ങനെയുള്ള മീക്കായുണ്ട്. ഇതെല്ലാം ചെറിയ പ്രവചനങ്ങൾ. ഇന്ന് രാത്രി മിഡിൽ പ്രവചനങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രവചന ഭാഗം വിശുദ്ധ ബൈബിളിലെ 30-ാമത്തെ പുസ്തകമാണ്, 39-ാമത്തെ പുസ്തകമാണ് സെഖര്യ, 38-ാമത്തെ പുസ്തകം സെഖര്യ പ്രവചനം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 14 അധ്യായങ്ങൾ മാത്രമാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനോടനുബന്ധിച്ച് ഏകദേശം ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 211 വാക്യങ്ങളാണ് 14 അധ്യായങ്ങളിൽ. ഇദ്ദോ പ്രവാചകന്റെ കൊച്ചുമകനായ സെഖര്യാവ് ഇസ്രായേലിനെ പറ്റി പ്രവചിക്കുന്ന അന്തിമ ദിനങ്ങളാണ് സെഖര്യ പ്രവചനം. വായിച്ചത് 12. ജെറുസലേം പരിഭ്രമപാത്രം, ഭാരമുള്ള കല്ല്, ജാതികൾ വിരോധമായി കൂടി വരും, ഇസ്രായേലിന്റെ വിഷയത്തിൽ ലോകം മുറിവേൽക്കപ്പെടും. എന്താ ജെറുസലേം? ഇനി ഒരു കഥ പോകുന്നത് പോലെ കേൾക്കണം. പല വ്യക്തികളും പറയുന്നതല്ല ജെറുസലേം. എവിടെ ജെറുസലേം? എന്തിവിടുത്തെ പ്രശ്നം? 4 ഭാഗങ്ങളിലേക്ക് 3 ഭാഗങ്ങൾ കഴിയുമ്പോൾ ഇടവേളയിലേക്ക് നാം പോകും. ഇന്ന് രാത്രി ശ്രദ്ധയോടെ ബൈബിൾ. ഉൽപ്പത്തി 1 ആദിയിൽ ദൈവം ആകാശം ഭൂമി പാഴും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിൻ്റെ മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. അതിന്റെ പേരാ കാസ്മോസ്, 1-ാം ലോകം. ഉൽപ്പത്തി 2 ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. പാലാട്ട് പോണത് കേൾക്കണം. എവിടെ വെച്ച് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു? ഇറാഖിലല്ല. ഇറാഖിന്റെ അക്കരെ ഒരു നദിയുണ്ട്, യൂഫ്രട്ടീസ്. അതിന്റെ അക്കരെ ഒരു മണ്ണുണ്ട്, കറുത്ത മണ്ണ്. ആ മണ്ണിന്റെ പേര് എത്യോപ്യ. എത്യോപ്യയിൽ നിന്ന് 6 ഘടകം സ്വർഗമെടുക്കുന്നു. സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശാസ്. നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. ബൈബിൾ റെഫറൻസ് കൂടെ നോട്ട് ചെയ്യാം. ഉൽപ്പത്തി 2:12 നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യന്. ഇയ്യോബ് 19:25 എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ. അതുപോലെ തന്നെ സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായി 90 അനാദിയായും ശാശ്വതമായി നീ ഞങ്ങളുടെ ദൈവം, മർത്യരെ പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്ന ദൈവം. ദാനിയേൽ 12:2 നിലത്ത പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കായും. സിട്ടാവായ ദൈവം സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആദമിനെ മടഞ്ഞു. സ്വർഗത്തിലെ ദൈവം താഴേക്കിറങ്ങി വന്നു. ആദമിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി ആദം ചലിക്കുന്ന ദേഹിയായി. ഇന്ന് രാത്രി അതുകൊണ്ട് ഈ ദൈവത്തെ ഞങ്ങൾ മഹാദൈവം എന്ന് പറയുന്ന വിശ്വസിക്കുന്നവർക്കായി, അതുകൊണ്ട് കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ ദൈവം, മണ്ണിൽ നിന്ന് ഫിൽട്രേറ്റ് ചെയ്ത് കിട്ടുന്ന മൂലകമായ പൊടിയിൽ നിന്ന് മനുഷ്യനെ മനഞ്ഞിട്ട് സിട്ടാവ് അവന്റെ ശ്വാസമൂതിയപ്പോൾ ആദമിന്റെ കണ്ണ് ചലിക്കുവാൻ തുടങ്ങി, അവന്റെ കരങ്ങൾ ചലിക്കുവാൻ തുടങ്ങി, ഹൃദയത്തിന്റെ അറകൾ ചലിക്കുവാൻ തുടങ്ങി, കാലുകളും കൈകളും മേധസ്സോടെ ചലിക്കുവാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് പറയാം ഈ ദൈവം മഹാദൈവം, കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ ദൈവം. അപ്പോൾ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ആ നന്നല്ലെന്ന വാർത്ത പ്രകാരം സ്വർഗത്തിലെ ദൈവം ആദമിന്റെ വാരിയലിൽ നിന്ന്, ആദമിന്റെ ശരീരത്തിൽ വാരിയിൽ നിന്നൊരു സഹോദരിയെ മെനഞ്ഞു. അതിനകത്തൊരു സയൻസ് ഉണ്ട്, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. ആ സയൻസാണ് ആദമിന് ഗാഠനിദ്ര വരുത്തി. 1975 വരെ മെഡിക്കൽ സയൻസ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഓരോ ഭാഗം ഗുളിക കൊടുത്ത് മയക്കിയിട്ട് കൈവരെ കെട്ടിയിട്ടിട്ട് ഈ മനുഷ്യനെ ഓപ്പറേഷൻ ചെയ്ത് 75-ന് ശേഷം ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ഇസ്രായേലിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ജെയിംസ് സിംസൺ. അദ്ദേഹം ഈ ബൈബിൾ വായിച്ചു. ആദമിനെങ്ങനെ ഗാഠനിദ്ര വരുത്തി. അവൻ്റെ ചിന്ത പോയി, ഒരു യഹൂദനായിരുന്നു. അപ്പോൾ അവന് പിടികിട്ടി മനുഷ്യൻ്റെ ശരീരത്തിൽ മരുന്ന് പമ്പ് ചെയ്താൽ ഏകദേശം മണിക്കൂറുകൾ അവൻ മിണ്ടാതെ കിടക്കും. അങ്ങനെ അവൻ ആദ്യം കണ്ടുപിടിച്ചു ക്ലോറോഫാം. ആ ക്ലോറോഫാമിൻ്റെ മൂത്ത ചേട്ടന ഇന്ന് കാരക്കോണം മെഡിക്കൽ കോളേജിൽ ഇരിക്കുന്ന അനസ്തേഷ്യ. കരമുയർത്തുന്നവർക്കായി ഇത് കണ്ടത് ബൈബിളിൽ നിന്ന്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇതൊരു അനസ്തേഷ്യ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ നിങ്ങളുടെ PSCക്ക് വരും, ഡോക്ടർ ജെയിംസ് സിംസൺ. അങ്ങനെ തക്ക തുണയായി ആരെ കൊടുത്ത് ഹവ്വായി അവരെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചത് ഏവൻ. അവരെ സൃഷ്ടിച്ചത് എത്യോപ്യയിൽ നിന്ന് കൊണ്ടുവന്ന് അവരെ പാർപ്പിച്ചത്. അവിടെ വെച്ച് അനുഗ്രഹം അടക്കി വാഴണം, പെറ്റുപരുകണം, സന്താനപുഷ്ടിയുള്ളവരാകണം, നിത്യം നിത്യം ദൈവത്തെ ആരാധിക്കണം. എന്നിട്ട് ദൈവം സായം സന്ധ്യയിൽ അവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് കരം തൊടു. ആ കുഞ്ഞുങ്ങളോട് ഒരു ടോർപ്പിട വെച്ചു. തോട്ടത്തിൻ്റെ നടുവിൽ ഒരു വൃക്ഷമുണ്ട്, അതിൻ്റെ ഫലം ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ തോട്ടത്തിൽ നിന്ന് പുറത്താകും. ആ സമയത്ത് ഈ ആദമിനെ പല പ്രാവശ്യവും ആര് സ്വാധീനിച്ചു? സർപ്പം ഉപായത്തിൽ സ്വാധീനിച്ചു. എന്നിട്ട് ആദം വീണില്ല. കഷ്ടകാലത്തിന് ആദം പനിച്ചു മൂടി ചന്തയിടക്കിടയ്ക്ക് പോയപ്പോൾ ഹവ്വ അമ്മച്ചോട് ഈ സർപ്പം പല കഥകളും പറഞ്ഞു. വീട് തരാം, കാറ് തരാം, വെളുത്ത പെണ്ണിനെ തരാം, കമ്പ്യൂട്ടർ തരാം എന്ന് ഞങ്ങളുടെ ഉപദേശിമാർ പറയുന്നത് പോലെ ഹവ്വ അമ്മാമ്മയെ സ്വാധീനിച്ചു. അമ്മാമ്മയെ കൊണ്ട് അവൻ പകുതി തീറ്റിച്ചു. 2 എണ്ണത്തിനെ പുറത്താക്കണം. ഭയങ്കര ടെക്നിക്കായിരുന്നു സാത്താൻ. അതുകൊണ്ട് പറഞ്ഞ അച്ചായന് ഇത് കൊടുക്കണം, അല്ലെങ്കിൽ നീ മാത്രമേ പുറത്തു 2ഉം വീഴണം. സ്വോത്രം. അതുകൊണ്ട് അമ്മാമ്മ തിന്നതിൻ്റെ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചു. പനിച്ചു
അങ്ങോട്ട് ചന്തയിൽ പോയി വന്നപ്പോൾ അച്ചായനും ഇത് കൊടുത്തു. 2 എണ്ണത്തിൻ്റെ രക്ഷയുടെ തേജസ് നഷ്ടപ്പെട്ടു. വൈകിട്ട് സ്വർഗം വിളിച്ചു, ആദമേ നീ ഇവിടെ. അപ്പോൾ ആദം തോട്ടത്തിന് പുറത്ത് മരമുരിയാട കൊണ്ട് അവരുടെ നഗ്നത മറച്ചുകൊണ്ട് രക്ഷയുടെ തേജസ് നഷ്ടപ്പെടുത്തി. നമ്പർ 1 2 കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തു. കായീൻ ഹാബേൽ. ദൈവസന്നിധിയിൽ നിൽക്കേണ്ട കുഞ്ഞുങ്ങൾ നിലത്ത് ആരാധനയ്ക്ക് വേണ്ടി വന്നു. കായീൻ ദൈവസന്നിധിയിൽ നിന്നപ്പോൾ നിലത്തിലെ ഫലങ്ങൾ. ഹാബേൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെ കൊണ്ടുവന്നു. കുഞ്ഞാടിൻ്റെ തുള്ളലിൽ ദൈവത്തിൻ്റെ കരമിറങ്ങി വന്നു. അനുജനോട് മറുതലിച്ച കായീൻ കയ്യിലിരുന്ന കത്തിയെടുത്ത് അനിയനെ വെട്ടിക്കൊന്നു. ദൈവം അന്ന് കൊടുത്ത ആയുസ് ഒരു ദിവസം 1000 സംവത്സരം. സ്വന്തം സഹോദരനെ, ഒരു അമ്മയുടെ ഉദരത്തിൽ പിറന്ന സഹോദരനെ ഹാബേലിനെ കായീൻ കൊന്നു. സ്വർഗത്തിൻ്റെ ക്യാമറ കണ്ടു. കായീനോട് ഹാബേൽ സ്വർഗം ചോദിച്ചു, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? സ്വർഗത്തോട് മറുതലിച്ച്, ഞാൻ അവൻ്റെ കാവൽക്കാരന് വേറെ പണി നോക്കുവാൻ. മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവം അനുദപിക്കുവാൻ തുടങ്ങി. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി. ബൈബിളിൽ 36 വരുമ്പോൾ ഏറ്റവും വലിയ ആയുസ് നേടിയ ഒരു കുഞ്ഞുണ്ട്. അവൻ്റെ പേര് മെതുശലേഖ. മെതുശലേഖാര ആനോക്ക് ദൈവത്തോട് കൂടെ നടന്ന് പിന്നെ അവനെ കണ്ടില്ല. മെതുശലേഖക്ക് വെള്ളരുടെ പരിശോധനത്തിനും പോയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കാട്ടാക്കട ട്രാക്റ്റും കൊടുത്തിട്ടില്ല. ദൈവസഭയ്ക്ക് വേണ്ടി പണിയൊന്നും കൊടുത്തിട്ടില്ല. അവൻ ഒരു കാര്യം ചെയ്തു, അവൻ്റെ അപ്പൻ ദൈവത്തോട് കൂടെ നടന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും വെട്ടിയെടുത്ത നല്ല വചനത്തോട് കൂടെ നടന്നു. കരമുയർത്തുന്നവർക്കായി വചനമെടുത്തവൻ്റെ തലമുറകളെ ആയുസ്സും നന്മയും കൃപയും കരുണയും കൊടുത്ത് കാത്തു പരിപാലിക്കുന്ന നല്ല ദൈവത്തെ ഇന്ന് രാത്രി നാം ഉയർത്തുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും, നമ്മുടെ കർത്താവ് ഇന്നലെയും ഇന്നും നാളെയും എന്നേക്കും അനന്യം തന്നെ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി മെതുശലേഖ ബൈബിളിൽ ഏറ്റവും കൂടുതൽ ആയുസ്. കുഞ്ഞുങ്ങൾക്ക് നോട്ട് ചെയ്യാം. സൺഡേ സ്കൂൾ താലന്ത് പരീക്ഷ 969. അവനും 1000 ആരും തികഞ്ഞില്ല. ഉൽപ്പത്തി 6 ആദ്യ ഭാഗം തുടങ്ങുമ്പോൾ 5 മെതുശലേഖന്റെ കല്ലറ കാണിക്കുന്നു. 6 വരുമ്പോൾ പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി. ദൈവത്തിന്റെ പുത്രന്മാർ ലോകത്തിന്റെ പുത്രന്മാർ. ഇന്നത്തെ കണക്ക് ലെസ്ബിയൻ കൈമാരേജ് ഇഷ്ടമുള്ളതിനെ കയ്യെ പിടിച്ച് പ്രൈസലോട് പറഞ്ഞു വരുന്ന കാലം. അതുകൊണ്ട് സ്വർഗം പറഞ്ഞു, ഈ മനുഷ്യനിൽ സദാകാലവും എൻ്റെ ആത്മാവ് വർദ്ധിക്കത്തില്ല. അപ്പോൾ ദൈവം ഒരു കാര്യം ചെയ്തു, ആയുസിനെ വെട്ടിക്കൊടുത്തുക. 1000 മാറ്റി ഒറ്റശേഖരമംഗലത്ത് ചിന്നമാമ ബ്ലൗസ് കഴിക്കുന്ന പോലെ 120 സംവത്സരം. അവൻ കണ്ടപ്പോൾ ലാമെക്ക് എന്ന് പറയുന്ന ഹല്ലേലൂയ മെതുശലേഖന്റെ തലമുറകളിൽ ഒരുവനെ ലാമെക്കുള്ള തലമുറയായി ഒരുവൻ വന്നു. അവൻ്റെ പേര് അനുഗ്രഹിക്കപ്പെട്ട ഒരുവൻ നോഹ. ദൈവത്തിന്റെ കൃപയോട് കൂടെ ഇരുന്ന് അവനോട് പറഞ്ഞു, എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിക്കണം. എന്ത് വലിയൊരു ന്യായവിധി വരുന്നു, പ്രളയം വരുന്നു, നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെ എടുത്ത് എല്ലായിടത്തും പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. നോഹ തിരുവനന്തപുരം മുതൽ വടക്കേ ഇന്ത്യ വരെ അവർ പ്രസംഗിച്ചു. ആ സമയത്ത് ദൈവം ഒരു കാര്യം പറഞ്ഞു, ഒരു പെട്ടകം നീ പണിയണം. 7 അടിസ്ഥാന ഉപദേശം പെട്ടകത്തിന്. എന്ന് രാത്രി പാലാട്ട് ഗുണം കേൾക്കണം. 1 ഗോഫേർ മരം, 2 നീളം എത്ര 300, 3 വീതി 50, 4 ഉയരം 30, 5 3 തട്ടുകൾ, 6 സൈഡ് വാതിൽ, 7 കിളിവാതിൽ. കരമുയർത്തുന്നവർക്കായി 7 അടിസ്ഥാന ഉപദേശമാ ദൈവസഭയുടെ പെട്ടകത്തിൻ്റെ പണി. കേട്ടുകൊണ്ടേ ഇന്ന് രാത്രി എഴുന്നേൽക്കാവൂ. നോഹ പെട്ടകം പണിയാൻ എല്ലാവരെയും ഏൽപ്പിച്ചു. സ്ട്രക്ചറൊക്കെ ക്ലിയറായി, പെയിൻ്റൊക്കെ അടിച്ചു, വാർണിഷൊക്കെ അടിച്ച് എയർ ഹോളും ഒക്കെ പമ്പ് ചെയ്തു. അപ്പോഴാ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഇനി സൗണ്ട് സിസ്റ്റം ഒക്കെ വിട്ടാൽ എല്ലാവരും പറഞ്ഞില്ലു. ആ സമയത്താണ് നോഹയെ കയറി കുറ്റിയിട്ട് പെട്ടകത്തിന് അടച്ച് 8 പേരാ പെട്ടകത്തിൽ കയറിയത്. സ്വർഗം എന്താ കുറ്റിയിടാൻ കാര്യം? അതിനൊരു വ്യത്യാസമുണ്ട്. ഈ അന്നത്തെ കാലത്ത് തുടങ്ങിയതാ ചായ, യെല്ലോ, മാംഗോ, പൈനാപ്പിൾ, ഓറഞ്ച്, ഇതെല്ലാം അന്ന് തുടങ്ങിയതാണ് നോഹയുടെ കാലത്ത്. നോഹ പെട്ടകത്തിൻ്റെ കുറ്റിയിട്ടപ്പോൾ മഴയും കൊല്ലിയാനും ഒക്കെ ഉണ്ടായി. സ്വോത്രം. പെട്ടകത്തിൻ്റെ മോട്ടർ ഓൺ ചെയ്തില്ല. അപ്പോൾ ഈ പ്രസംഗം കേട്ട പലരെ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഇരിപ്പുണ്ട്. അവർക്ക് പിടികിട്ടി. വല്യപ്പൻ പറഞ്ഞു ശരിയാന്ന്. സ്വോത്രം. ഉടനെ പൂവാറിൽ ഐലൻഡിന് അങ്ങോട്ട് ഓടി വരും. നോഹയുടെ പെട്ടകത്തിൽ വന്ന് കോളിംഗ് ബെല്ലടിക്കും. സ്വോത്രം. ആ സമയത്ത് ഞങ്ങൾ വീണില്ലെങ്കിലും ഭാര്യമാര് പറയും, സഭയുടെ സെക്രട്ടറിയും പ്രതിപുരുഷനും ഇല്ല, അച്ചായൻ കാശ് മേടിച്ചിട്ട് പെട്ടകം തുറന്ന് അകത്ത് കയറ്റാൻ പറയും. സന്തോഷമില്ലല്ലോ. അതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം കൂറ്റിയിട്ടത്. ഇന്ന് രാത്രി നോഹയല്ല പെട്ടകത്തിൻ്റെ കൂറ്റിയിട്ടത്. ഒരു കാര്യം ഇന്ന് രാത്രി ശ്രദ്ധിക്കുക, ദൈവം ഒരു കൂറ്റിയിട്ടാൽ പിന്നെ ഒരു വ്യക്തിക്കും അത് തുറക്കാൻ കഴിയത്തില്ല. പിന്നെ ഇന്ന് രാത്രി പാലാട്ടുകോണത്തെ ദൈവമക്കളോട്, ദൈവം നിനക്കൊരു വഴി തുറന്നാൽ കോട്ടൂരിലെ മന്ത്രവാദിക്ക് നിന്റെ വഴി അടയ്ക്കാൻ കഴിയത്തില്ല. സ്വോത്രം. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടും, അവനൊരു വാതിൽ തുറന്നാൽ അതാർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. പെട്ടകം പടപെടാൻ നീങ്ങുവാൻ തുടങ്ങി. മഴ പെയ്തു. അന്നത്തെ മഴയാ ഇന്ന് ദുബായിലൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? ആദ്യ ദിവസം ഞാൻ പറഞ്ഞു തൊടുന്നില്ല. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിൽ എല്ലായിടവും മുങ്ങും. കേട്ടോ? ഇവിടെ ഇനി കേരളത്തിൽ വരാൻ പോകുന്ന എൽ നീനോ പ്രതിഭാസമാണ്. ഭയങ്കരമായ ഇടിവെട്ട. വൈകിട്ട് കറണ്ടും കാണത്തില്ല, വെള്ളവും കാണത്തില്ല. അങ്ങനെ ഒരു സംഭവം വരുന്നത്. സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ട
വലിയ മേഘങ്ങൾ കൂട്ടിയിടിക്കുന്ന ഒരു പ്രതിഭാസമായി എൽ നീനോ. അത് സംഭവിച്ച നോഹയുടെ കാലം. ഈ വർഷം കേരളത്തിൽ മെയ് പകുതി കഴിയുമ്പോൾ നിങ്ങൾക്കും കാണാം മേഘം കൂട്ടിയിടിക്കുന്നു. അതിൻ്റെ പേര് ക്ലൗഡ് എക്സ്പ്ലോഷൻ. അതിൻ്റെ ഒരു പകർപ്പെടുത്തിട്ടാണ് ഇന്ന് പലരും കൃത്രിമ മഴ പെയ്യിക്കുന്നത്. നോഹയുടെ കാലത്ത് മേഘം കൂട്ടിയിടിക്കുന്നത് കണ്ടിട്ടാണ് കൃത്രിമ മഴ പെയ്യിക്കുന്നത്. അതിൽ പോകാൻ ഇന്ന് രാത്രി എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ആ ഭാഗം വിടുന്നു. ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നു. അന്നാദ്യമായിട്ട് നോഹയുടെ കാലത്ത് സുനാമി അടിച്ചത് 2004 ആഴിയുടെ ഭണ്ഡാരഗൃഹങ്ങൾ തുറന്നു. അതാ സമുദ്രത്തിൽ നിന്ന് സുനാമി, അഗ്നിപർവ്വതം പൊട്ടി. എന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ പെട്ടകം 40 ദിവസം ആടിപ്പോയി. നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞു ഇത് തകരുമെന്ന്. നോഹയുടെ ഭാര്യയും പറഞ്ഞു, പിള്ളേരും പറഞ്ഞൊരു കാര്യമുണ്ട്, മിക്കവാറും ഇത് തീർന്നു പോകുമെന്ന്. നോഹ പറഞ്ഞു വിഷമിക്കേണ്ടത് യഹോവയാൽ പണിയപ്പെട്ട പെട്ടകമാണ്. ഇങ്ങനെ യാത്ര ചെയ്ത് മുൻപോൾ 40 ദിവസം മഴയെല്ലാം അസ്തമിച്ചു കഴിഞ്ഞു. നോഹ പെട്ടകത്തിൽ നിന്ന് ആദ്യം മലങ്കാക്കെ വിട്ടു. മലങ്കാക്ക വന്നും പോയി നിന്നു. പിന്നെ പ്രാവിനെ വിട്ടു. പ്രാവിടയ്ക്ക് പോയി വന്നു. പിന്നെ പ്രാവ് വന്നില്ല. അപ്പോൾ വെള്ളമിറങ്ങി. ഇങ്ങനെ പെട്ടകം ഇവിടെ ചെന്നു. അവസാനം അരാരാത്തിനകത്ത് ചെന്നുറപ്പിച്ചു. ഇന്ന് രാത്രി ഇവിടെ ഒരു ദൂതുണ്ട്. കാറ്റും കൊടുങ്കാറ്റും പെരുങ്കാറ്റുമൊക്കെ അടിച്ചപ്പോൾ നോഹയുടെ ഭാര്യ കുഞ്ഞുങ്ങൾ ഉപദേശിയോട് പറഞ്ഞ കാര്യമുണ്ട്. അച്ചായ, കർത്താവ് പറഞ്ഞൊന്നും ശരിയല്ല, മിക്കവാറും നമ്മൾ പൂവാറിലെ കടലിൽ നിന്ന് അറബിക്കടൽ വീഴുമെന്ന്. നോഹ പറഞ്ഞൊരു കാര്യമുണ്ട്, ഭാരപ്പെടണ്ട. അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ കാറ്റടിച്ചാലും പെരുങ്കാറ്റടിച്ചാലും കൊടുങ്കാറ്റടിച്ചാലും ഈശാന് മൂലം നിനക്കെതിരെ അടിച്ചാലും അടിസ്ഥാനമിട്ടത് ദൈവത്തിന്റെ വചനത്തിലെങ്കിൽ നിന്റെ പെട്ടകം കടലിനകത്ത് തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ദൂതേറ്റെടുക്കുന്നവർക്ക് ഇന്ന് രാത്രി നിന്റെ ക്രൈസ്തവ ജീവിതത്തിനെതിരെ ചുഴലിക്കാറ്റ് വരും, കൊടുങ്കാറ്റ് വരും, ക്യാൻസർ വരും, ട്യൂമർ വരും, ഒരുപക്ഷെ സാമ്പത്തിക കടഭാരം വരും. എന്നാൽ ഇന്ന് രാത്രി പറയണം, ഈ വചനമെടുത്ത് ഞാൻ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിത്തരിച്ചാൽ ഒരുപക്ഷെ എൻ്റെ ജീവിതമാകുന്ന പടകിന് നേരെ പല പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചാലും അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ അവസാനമായി എന്നെ കൊണ്ടെത്തിക്കുവാൻ അവന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി നിന്റെ പേടകം തകരുവാൻ, നിന്റെ കുടുംബജീവിതം തകരുവാൻ, നിന്റെ മക്കളുടെ ഭാവി തകരുവാൻ ആരാധിക്കുന്ന ദൈവം ഇതിലെ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അല്പം നീ ഒന്ന് കറങ്ങിയാലും, അല്പം നീ ഒന്ന് കുലുങ്ങിയാലും, അല്പം നിന്റെ പെട്ടകത്തിന് നേരെ ഒരു പെരുവെള്ളം കയറിയാലും അടിസ്ഥാനമിട്ടത് സർവശക്തനെങ്കിൽ നിന്റെ പെട്ടകത്തെ ആരാരത്തിനകത്ത് ഉറപ്പിക്കുവാൻ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക്